ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ലേൺ ഇംഗ്ലീഷ് മാസ്റ്ററിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ദ റെക്ക് ഓഫ് ടൈറ്റാനിക്, ബെഞ്ചമിൻ പക്കേറ്റ് എഴുതിയ ഈ കവിതയുടെ അപ്രീസിയേഷനാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ദിസ് ഇസ് എ പോയം അബൌട്ട് എ ബിഗ് ഷിപ്പ് കോൾഡ് ടൈറ്റാനിക്. ദ ഷിപ്പ് വാസ് മൂവിങ് ഗ്രാൻഡ്. എവ്രി വൺ ഓൺ ദ ഷിപ്പ് വാസ് ഹാവിങ് ഫൺ. ദ ഷിപ്പ് വാസ് വെരി സ്ട്രോങ് ആൻഡ് ബ്യൂട്ടിഫുൾ. So it is called the poem of iron and steel. The captain of the ship, Captain Smith, made everyone feel safe. But suddenly a big block of ice appeared. The ship hit the ice and started to sink. The brave captain continued cool. ഇപ്പോൾ ക്യാപ്റ്റൻ്റെ അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു പോയത്തെ ഹീറോയിക് പോയം എന്ന് വിളിക്കാനുള്ള കാരണം എന്തായിരുന്നു, ടൈറ്റാനിക് ക്രൂവിൻ്റെ സാക്രിഫൈസ് എന്താണ് എന്നൊക്കെയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ദ ബ്രേവ് ക്യാപ്റ്റൻ കണ്ടിന്യൂഡ് കൂൾ. ഹി ഡിഡ് നോട്ട് തിങ്ക് അബൌട്ട് ഹിംസെൽഫ്. ഹി കെയർഡ് അബൌട്ട് ദ ക്രൂ ആൻഡ് ദ പാസഞ്ചേഴ്സ്. ദ ക്യാപ്റ്റൻ ടോൾഡ് ദ ക്രൂ ടു ബി സ്ട്രോങ് ആൻഡ് ബ്രേവ്. ദേ ഹെൽപ്ഡ് വിമൻ ആൻഡ് ചിൽഡ്രൻ ടു ഗോ ഓൺ ലൈഫ് ബോട്ട്സ് ഫസ്റ്റ്. ഇപ്പോൾ ടൈറ്റാനിക് മെൻ ആർക്കാണ് പ്രിയോറിറ്റി കൊടുത്തത് രക്ഷപ്പെടുന്നതിൽ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. നമുക്കിവിടെ പറയാം, they gave the priority for women and children. Even the music band stayed and played music. That was the awful grand scene of the Titanic, the singing ship and playing band. So even the music band stayed and played music. The captain and the team were really braving and caring. This poem talks about their courage and sacrifices. It's written in a simple way and the words rhyme. ഇപ്പോൾ ടൈറ്റാനിക്, റെക്ക് ഓഫ് ദ ടൈറ്റാനിക് എന്ന് പറയുന്ന പോയത്തിലെ സ്ഥിരം ചോദ്യമായിരുന്നു ടൈറ്റാനിക്സ് മെൻ അല്ലെങ്കിൽ ക്യാപ്റ്റൻ സ്മിത്ത്, അദ്ദേഹത്തിൻ്റെ ഹീറോയിക് ആക്ട് എന്താണ്, ആ നോബിൾ സാക്രിഫൈസ് എന്താണ്, അതൊക്കെയാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു പാഠഭാഗം പരീക്ഷയ്ക്ക് വന്നാൽ എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ക്ലാസ്സുകൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.